നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വെറൈറ്റി ചട്നിയാണ്. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടു നോക്കൂ. ഇതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും തീ ഏറ്റവും ലോവിലേക്കാക്കുക. അതിനുശേഷം അരമുറി സവോള ഇതുപോലെ ചെറുതായിട്ടരിഞ്ഞതും 5 പച്ചമുളകും പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം. നിങ്ങൾക്ക് ചുമന്ന സമ്മന്തിയാണ് താല്പര്യമെങ്കിൽ ഇതിന് പകരം ഉണക്കമുളക് വത്തൽമുളക് എടുത്തോളൂ. ഇത് ഒരു 8 മിനിറ്റോളം ലോ ഹീറ്റിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് ഇതിലുള്ള ജലാംശം മുഴുവൻ ഇവാപ്രേറ്റ് ചെയ്തു പോകും. ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒരു 1 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ സമ്മന്തി ഒരു ദിവസം ഇരുന്നാലും കേടാകത്തില്ല. അത് തണുക്കാനായിട്ട് വെച്ചു. ഇനിയും ചേർക്കുന്നത് ഒരു 1/4 കപ്പോളം നല്ല പച്ചത്തേങ്ങ ചിരണ്ടിയതാണ്. ഇതും ഒരു 7 മിനിറ്റോളം ലോ ഹീറ്റിലിട്ട് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ വീണ്ടും ഇതിലെ ജലാംശവും നല്ലതായിട്ട് ഇവാപ്രേറ്റ് ചെയ്ത് പോയിരിക്കും. ഒരു ദിവസം മുഴുവൻ കേടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട കാര്യവുമില്ല. 24 മണിക്കൂർ ഇത് കേടാകാതിരിക്കും. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു മിക്സിയുടെ ബൗളിലേക്ക് എടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കുക. ഇത് ഒരുമാതിരി കൊഴുത്തിരിക്കുന്ന ദോശയ്ക്കും ഇഡലിക്കും പറ്റിയ ഒരു സമ്മന്തിയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല മഷി പോലെ ഇത് അരച്ചെടുക്കുക. ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ അരച്ചെടുത്ത സമ്മന്തി ഇതുപോലെ തന്നെ കൂട്ടാം. രണ്ടാമത്തേത് താളിച്ച് ചേർക്കുന്നതാണ് അടുത്ത ഓപ്ഷൻ. സാധാരണത്തെ പോലെ കടുക്, ഉള്ളി, കറിവേപ്പില ഇത് മൂന്നും കൂടെ വെളിച്ചെണ്ണയിൽ താളിച്ച് ചേർക്കുക. വളരെ രുചികരമായിട്ടുള്ള ചമ്മന്തിയാണിത്. പെട്ടെന്ന് കേടാകത്തുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിലേക്കും കൂടെ ഷെയർ ചെയ്യുക. Thanks for watching. Signing off, Shaina Thomas.